ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇത് ഡേ 5 ക്രൂസിങ്ങിൻ്റെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ കോക്കോക്കയിലോട്ടാണ് പോകുന്നത്. കോക്കോക്ക എന്ന് പറഞ്ഞാൽ റോയൽ കരീബിയൻ്റെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ഇത് ബഹാമാസിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു ഐലൻഡാണ്. അപ്പോൾ ഈ ഒരു ഐലൻഡിലെ എല്ലാ കാഴ്ചകളും എക്സ്പീരിയൻസസും ഇവിടെ എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും ഒക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. കോസ്മേൽ മെക്സിക്കോയിൽ നിന്ന് നമ്മൾ കോക്കോക്കയിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പോർട്ട് കനാവറൽ, ഫ്ലോറിഡ. അവിടെ നിന്ന് ആദ്യം നമ്മൾ മെക്സിക്കോയിൽ വന്നു, തിരിച്ച് കോക്കോക്കയിൽ. എല്ലാവരും ഇറങ്ങുന്ന തിരക്കിലാണ് ഗൈസ്. നമ്മൾ കോക്കോക്കയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷിപ്പ്, വോയേജർ ഓഫ് ദി സീസ്. ഇതിൻ്റെ തൊട്ടപ്പുറം കാണുന്നതാണ് ലിബർട്ടി ഓഫ് ദി സീസ്. ആൾക്കാരെല്ലാം ഇപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മളെല്ലാവരെയും 2 ഷിപ്പിൽ നിന്നും ഓഫ് ബോർഡ് ചെയ്തു. ഇനി എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിൽ ഐലൻഡ്. അമ്മയാ കോക്കോക്കയിലാ നമ്മള്. കോക്കോക്കെ ഏത് ഐലൻഡിലാ അമ്മയാ നമ്മള്? കോക്കോ എടി പറഞ്ഞേ, ഏത് ഐലൻഡാ നമ്മള്? കോക്കോക്കെ. നല്ല പാട്ടുണ്ട്. വെൽക്കം ടു കോക്കോക്കെ. Let's keep Bahamas clean, green and pristine. Wow! അതുകൊണ്ടോ ഗൈസ്, അടിപൊളി. ഇതൊക്കെ പടം എടുക്കാൻ അടിപൊളി സ്ഥലമായിരിക്കും അല്ലേ? Wow! Yeah. ഇത് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയെടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ടോ ഗൈസ്, രണ്ട് നമ്മുടെ ഷിപ്പുകൾ ലിബർട്ടി ഓഫ് ദി സീസും വോയേജർ ഓഫ് ദി സീസും കിടക്കുന്നത് കണ്ടോ? രണ്ടും ഏകദേശം ഒരുപോലെയുള്ള വെസൽസ് ആണ്. ലുക്സ് ലൈക്ക് എന്ത് രസം അത് കിടക്കുന്നത് കാണാൻ. ബീച്ചിലോട്ടുള്ള വ്യൂ. ഇവിടെ എല്ലാവരും നല്ല ക്ലീനാക്കി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവ എങ്ങനെയുണ്ട് ഐലൻഡ്? ഇഷ്ടമായോ? ചെറിയൊരു ഐലൻഡ് അല്ലേ? അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്ത് രസമാണ്, എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ. വാവ്. ഇപ്പോൾ ഒന്നും ആരുമില്ല ഇവിടെ. കുറച്ച് നേരം എല്ലാവരും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെൽക്കം ടു ഡേ 5 കൊക്കോക്കെ എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലാണ് നമ്മളിപ്പോൾ. നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ഇവിടെ ഓഫ് ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വന്ന് നല്ലൊരു തണലുള്ള സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് വന്നതാണ്. കണ്ടോ, ഒന്നാന്തരം വെള്ളമാണ്. ഇവിടെ സ്വിമ്മൊക്കെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി തുടങ്ങി. തണുപ്പാണ് പക്ഷേ. കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മളിപ്പം അവിടുന്ന് ഇതൊരു ചെറിയൊരു ബീച്ചെന്ന് മാൻമെയ്ഡ് ബീച്ചെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, പക്ഷെ എന്ത് ഭംഗിയാണ്. ആ കളറുള്ള അംബർല സ്റ്റൈലും ഇതെല്ലാം വെച്ചവർ. തണുപ്പായിരിക്കൂടാ, തണുപ്പാണ്. സൺ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ്. ഇതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പൈസ കൊടുക്കേണ്ടതായിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. കുറേ പ്രീമിയം ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. പ്രത്യേകിച്ച് ചില വാട്ടർ പാർക്കുകളൊക്കെ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട്. ചിലതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് ഒരു പാക്കേജ് ആയിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ ബാക്കി കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ അങ്ങോട്ടൊന്നും ഇപ്പോൾ നമുക്ക് പോകാം. ഈ ഒരു ലുക്ക് തന്നെ കണ്ടോ ഗൈസ്, എന്ത് അടിപൊളി. ഇവർ അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പാത്താണ്. ഈ പാത്തിലൂടെ പല സ്ഥലങ്ങളിലും പോകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ മേടിക്കാനുള്ള ഓപ്ഷനുണ്ട്. കണ്ടോ, കടകൾ, ഇങ്ങനെ ബീച്ച് വെയറും ബീച്ച് കാര്യങ്ങളൊക്കെ വെച്ച്. ഈ മരമൊക്കെ കണ്ടോ ഗൈസ്, എന്ത് രസമാണെന്ന് നോക്കിയേ. വാവ്. കടകളൊക്കെ ഓപ്പൺ ആകുകയാണ്. ഇവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കണ്ടോ, ഇതുപോലത്തെ സ്നോർക്ലിങ് ചെയ്യാനുള്ള സാധനങ്ങളുമൊക്കെ. അതുപോലെ ബീച്ച് വെയർസ്, കുറേ കടകളുണ്ട്.
എല്ലാവരും ഒക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, എവിടെ ഇരിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ. ഉണ്ടോ ചിൽ ഗ്രിൽ, ടീം സ്റ്റേഷൻ, ഷോർ എക്സ്കർഷൻസ് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാം. വീക്ക്ലി സീഗൾ ബാർ, സ്നോർക്കൽ ഷാക്ക്, ഒയാസിസ് ലഗൂൺ, പൂൾ, ടൗൾ സ്റ്റേഷൻ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു ഫുൾ ഡേ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പെർഫെക്റ്റ് ഡേ അറ്റ് കൊക്കോക്കെ, റോയൽ കരീബിയൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഐലൻഡ്. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷിപ്പിൽ നിന്ന് ഇറങ്ങി ഈ വഴി അല്ലെങ്കിൽ വേറെ വഴി പോവാം. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ബീച്ച് ടൈപ്പ് സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് കുടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു വെക്കേഷൻ്റെ ഏറ്റവും അടിപൊളി ഹൈലൈറ്റ് ഇതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാദ്യം ഇവിടെ വന്നിരുന്നു, നല്ല സ്ഥലമായിരുന്നു. പക്ഷേ ജോയൽ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പം വേറെ ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ചു. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എടാ, ഇനി ഇത് കണ്ടു കഴിയുമ്പോൾ നീ പറയുമോ വേറെ സ്ഥലം ഉണ്ടെന്ന്? നേരത്തെ ഇരുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് നിങ്ങളിവിടെ കാണാം, ഇതൊക്കെ എന്ത് ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടാണ് ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു കളർഫുൾ അംബ്രല്ലാസും ആ ഇരിക്കുന്ന സീറ്റുകളും ഒക്കെ ആണെങ്കിലും എന്തൊരു പ്രത്യേക വൈബാണ് അവിടെ. ഒരു വെക്കേഷൻ വൈബ് കിട്ടും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ ഇവിടെ ചെയ്യാനായിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. പൈസ കൊടുത്ത് ചെയ്യുന്നതുകൊണ്ട്, പൈസ കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ ബാറുണ്ട്. അതുകൊണ്ട് ഇതൊരു ബാറാണ്. ഈ ബാറിൽ നമുക്ക് പൈസ കൊടുത്ത് ആൽക്കഹോളും ഡ്രിങ്ക്സും ഒക്കെ മേടിക്കാം. അത് വേണമെങ്കിൽ ഒരു പാക്കേജായിട്ട് നമുക്ക് ഈ ഒരു ക്രൂസിൽ കയറുന്നതിന് മുമ്പ് മേടിക്കാം. അപ്പോൾ ഈ ഒരു ക്രൂസിലെ ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം ഈ ഒരു ഐലൻഡാണ്, കൊക്കോക്കെ എന്ന് പറഞ്ഞത്. റോയൽ കരീബിയൻ്റെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഐലൻഡ് ആയതുകൊണ്ട് അവരുടെ കൺട്രോളിലാണ് എല്ലാം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രാവിലെയാണ് ഇപ്പോഴും ഏകദേശം 8 മണി 8:30 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം 8:30 9 ആയി കാണും. അപ്പോൾ നമുക്ക് വൈകുന്നേരം 5 മണി വരെ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും അടിച്ചു പൊളിക്കാനുമുള്ള സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഇവിടുത്തെ വേറെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നമ്മുടെ ഷിപ്പ് അവിടെ കിടപ്പുണ്ട് ഗൈസ്, കണ്ടോ? ആ കാണുന്ന നമ്മുടെ ഷിപ്പ്. ഇതൊരു ബീച്ച്. എങ്ങനെയുണ്ടമ്മേ? നിവാടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താന്ന് ചോദിക്കാം. നിവ ഫസ്റ്റ് ഇംപ്രഷൻ എന്താ? സൂപ്പറാണ്. തള്ളത്തുവാ റിസോർട്ട്, ഒരു ബീച്ച് പോലെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ. റിസോർട്ട് ബീച്ച് അല്ലേ? ഒരു ഐലൻഡ് അല്ലേ? നമ്മുടെ ഷിപ്പ് കിടക്കുന്നുണ്ടോ? എന്ത് ചെറുതല്ലേ, ഒരു റിസോർട്ട് ഫീൽ. ശരിയാ. പക്ഷെ അവിടെയൊക്കെ ഐലൻഡ് എന്തൊക്കെയോ ബിൽഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കൺസ്ട്രക്ഷനോ എന്തൊക്കെയോ നടക്കുക. അതുപോലെ ഈ കുടയൊക്കെ വെച്ചിരിക്കുന്നത്, ഇവിടുത്തെ മരങ്ങളും ഒക്കെ എന്ത് രസമല്ലേ. ഇപ്പോഴേ ഇറങ്ങണ്ടാ, സമയം ഇഷ്ടം പോലെയുണ്ട്. ചൂടുണ്ടോ? തണുപ്പാ? ഇതാണ് ഐലൻഡിൻ്റെ മാപ്പ് വരുന്നത്, കണ്ടോ? ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഏതായാലും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. മാപ്പ് നോക്കാതെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ്. എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നൊന്നും ഒരു പിടിയില്ല. മാപ്പില്ലാതെ നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? ഈ ഒരു 5 ഡേ ക്രൂസിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഓൾ ഇൻക്ലൂസീവ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഫുഡെല്ലാം ഇൻക്ലൂഡ് ആണ്. അതായത് നമ്മുടെ 5 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറ്, സ്നാക്സ്, ഡ്രിങ്ക്സ്, ജ്യൂസ്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും റോയൽ കരീബിയൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതെല്ലാം ആ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ പ്രീമിയം ആണ്. ആൽക്കഹോള്, അതുപോലെ പ്രീമിയം കോഫി, കൊക്കക്കോള പ്രോഡക്ട്സ് പോലെയുള്ള സോഡ, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണ്. അതൊക്കെ നേരത്തെ വേണമെങ്കിൽ നമുക്ക് മേടിക്കുകയും ചെയ്യാം. ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മൾ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനല്ലേ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു റെസ്റ്റ് റൂമാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അവിടെ കഴിക്കാനിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു നമ്മൾ കണ്ടത്. ഡെഡ്സൺ ചേട്ടനോട് ഇന്നലെ സംസാരിച്ചപ്പം ഡെഡ്സൺ ചേട്ടൻ പറഞ്ഞത് അവർ കുക്ക് ചെയ്യുകയാണ്. അതായത് ഷിപ്പിൽ കുക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി സെർവ് ചെയ്യുകയാണ് ഫുഡ്. രണ്ടും റോയൽ കരീബിയൻ്റെ തന്നെ ഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്കത് കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് ഒരു ഷിപ്പിൽ കുക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി സെർവ് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം റോയൽ കരീബിയൻ്റെ കസ്റ്റമേഴ്സാണ്. 2 ഷിപ്പിൽ നിന്നാണ് ഇറങ്ങിയെങ്കിലും അപ്പം അവർക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീണ്ടും കുറേ നടന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. ബീച്ചുണ്ട്, പൂളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. മിക്കവാറും എല്ലാമൊക്കെ ഓപ്പൺ ആണ്. ഇതാണ് ഒയാസിസ് ലഗൂൺ. കണ്ടോ, എല്ലായിടത്തും ഇങ്ങനെ ടവൽ സ്റ്റേഷൻ അവൈലബിൾ ആണ്. നമ്മുടെ കാർഡ്, സീ പാസ് കാർഡ് ഉപയോഗിച്ച്
നമുക്ക് ടൗല് ഇവിടുന്ന് മേടിക്കാം, എന്നിട്ട് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർ ചാർജ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഈ പാത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, നമ്മുടെ ഷിപ്പ് രണ്ടും കിടക്കുന്നുണ്ടോ? നമ്മളൊന്ന് വോയേജർ ഓഫ് ദ സീസ്, റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഷിപ്പാണ്. എന്ത് ലുക്കല്ലേ, ഇവിടെ നിന്ന് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു വലിപ്പം അറിയാൻ പറ്റുന്നത്. അല്ലേ? ലഞ്ച് സെർവ് ചെയ്യുന്നത് 11:30 തൊട്ട് 3 മണി വരെയാണ്. അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഇവിടുത്തെ ക്രൂവും കാര്യങ്ങളും. 2-3 സ്ഥലത്തായിട്ട് ലഞ്ച് സെർവ് ചെയ്യുന്നുണ്ട്. അതിനായിട്ടുള്ള സെറ്റപ്പും എല്ലാം ഇവിടെ ഉണ്ട്. കണ്ടോ, നല്ല എന്ത് ഡെക്കറേറ്റീവായിട്ട് അവർ ചെയ്തിരിക്കുന്ന ആ കളർ കോമ്പിനേഷനും ഒക്കെ. വാല് ഈ ഒരു റോയൽ കരീബിയൻ്റെ 5 ഡേ ക്രൂസിൻ്റെ വീഡിയോ സീരീസ് നമ്മൾ എപ്പിസോഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറേ എപ്പിസോഡുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ അതെല്ലാം പോയി കാണുക. നമ്മൾ ആദ്യം ക്രൂസെ കയറുന്ന വീഡിയോസും അതുപോലെ മെക്സിക്കോയിൽ പോയതും ഷിപ്പിലെ കുറേ അടിപൊളി കാഴ്ചകളും എല്ലാം ഉണ്ട്. ഈ ഒരു ക്രൂസ് എക്സ്പീരിയൻസ് വളരെ വർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു ഓൾ ഇൻക്ലൂസീവ് പ്രൈസിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്രൂസിലെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു വെക്കേഷന് പോയാൽ നമ്മൾ വേറെ എന്തൊക്കെ അഡീഷണലി പർച്ചേസ് ചെയ്യണമെന്ന് ഓർത്താൽ മതി. ഫുഡ്, അക്കോമഡേഷൻ, അവിടുത്തെ ട്രാവൽ, അതുപോലത്തെ കാര്യങ്ങളെല്ലാം. ഇതിപ്പോൾ നമുക്ക് ഒരു വെക്കേഷന് പോവുകയും ചെയ്യാം, ഒരു ഷിപ്പിൽ കയറുകയും ചെയ്യാം, അതുപോലെ പല സ്ഥലങ്ങളിലും പോകാം. ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. ഇതുപോലത്തെ അടിപൊളി ഡെസ്റ്റിനേഷനുകളിലൊക്കെ പോകാൻ സാധിക്കും. ഇതെല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷിപ്പിനകത്തെ കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ ഇതുവരെ ഒരു ഷിപ്പിൽ ഇതുപോലെ പോയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഒരു 1 ടൈം എക്സ്പീരിയൻസ് ആണ് ഇതുപോലെയുള്ള ഒരു ക്രൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലത്തെ ഐലൻഡുകൾ ചൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതുപോലത്തെ പല ഐലൻഡുകൾ ഉണ്ട്. ബഹാമാസിൽ തന്നെ റോയൽ കരീബിയനും അതുപോലെ കാർണിവലിനും വേറെ കുറേ ഷിപ്പ് ബ്രാൻഡുകളുണ്ട്. അവർക്കെല്ലാം പല പല ഐലൻഡുകളുണ്ട്. അതുപോലെ തന്നെ കോസ്മേൽ പോലെയുള്ള സ്ഥലങ്ങളിലും നമുക്ക് പോകാം. അപ്പം ഇതുപോലത്തെ ട്രാവൽ സീരീസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാനായിട്ട് നമ്മൾ ഈ ഒരു പാർക്കിൽ വന്നതാണ്. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. ഇവിടെ നമുക്ക് ഈ ഒരു പാർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.